അങ്ങനെ വെല്ലുവിളിയിൽ കേരള പോലീസിന് അന്തിമ വിജയം. ദിവസങ്ങളോളം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിലായിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിൽ. നഗരത്തിലെ ഒരു അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്നിറങ്ങി പയ്യന്നൂരിലേക്ക് ഓട്ടോ പിടിച്ചതും ഓട്ടോക്കാരന്റെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ചതുമാണ് ആയങ്കിയുടെ ഒളിവ് ജീവിതത്തിന്റെ കഥ മാറ്റിയെഴുതിയതെന്ന് പറയാം. ഉച്ചയ്ക്ക് 3:30 ലഭിച്ച ഒറ്റ സൂചനയിൽ നിന്ന് രാത്രി 2 മണിക്ക് നടത്തിയ കൃത്യതയാർന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ആയങ്കിയെ പൊക്കിയെടുത്തത്. അതിനു മുൻപേ പുറത്തേക്ക് പോകാനുള്ള സകല വഴികളും അടച്ചിരുന്നു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആയങ്കിയെ ഓടിച്ചിട്ടാണ് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു. പക്ഷേ താൻ കീഴടങ്ങാൻ ഉദ്ദേശിച്ച് തന്നെയാണ് വന്നതെന്നാണ് ആയങ്കിയുടെ വാദം. അറസ്റ്റിനു പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും എത്തി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് മനസ്സിലാക്കുക. എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ചെന്നിത്തല വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തൃശൂരിലുണ്ടെന്ന സൂചനയെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആയങ്കി കണ്ണൂരിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. വളപട്ടണത്ത് വെച്ച് അർജുൻ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തതും കണ്ണൂരിലുണ്ടെന്ന നിഗമനത്തിലെത്താൻ പോലീസിനെ സഹായിച്ചു. കണ്ണൂർ തളിപ്പറമ്പിലെ രഹസ്യ ലോഡ്ജിലായിരുന്നു ആയങ്കി കുറച്ചു ദിവസങ്ങളായി തങ്ങിയിരുന്നത്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തളിപ്പറമ്പിലെ ഒളിത്താവളം മനസ്സിലാക്കിയെന്ന് സൂചന കിട്ടിയതോടെ ഇയാൾ അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഇവിടെ വെച്ചാണ് ആ പിഴവ് സംഭവിച്ചത്. സ്വന്തം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായ ജിതിനെ വിളിക്കുകയായിരുന്നു. യാത്രക്കാരന്റെ പെരുമാറ്റത്തിലും വിളിയിലും സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇയാൾ ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ ഫോൺ കോളാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഓട്ടോക്കാരൻ നൽകിയ ജിതിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗം അന്വേഷണം ഊർജിതമാക്കി. നിമിഷങ്ങൾക്കകം ജിതിനെ പോലീസ് പൊക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും സത്യം മറച്ചുവെക്കാനും ശ്രമിച്ചിരുന്നു. തുടർന്ന് റോഡുകളിലെയും പ്രധാന കവലകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ജിതിനു മുന്നിൽ നിരത്തിയതോടെ ഇയാൾക്ക് സമ്മതിക്കേണ്ടി വരികയായിരുന്നു. തന്റെ കാറിലാണ് ആയങ്കി യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു ലേഡി അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിലേക്കാണ് ഇയാൾ പോയതെന്നും ജിതിൻ വെളിപ്പെടുത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ആയങ്കി ഈ ഫ്ളാറ്റിൽ എത്തിച്ചേർന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതോടെ അന്വേഷണ സംഘം ആസൂത്രിത നീക്കത്തിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ലഭിച്ച കൃത്യമായ തുമ്പടിസ്ഥാനമാക്കി ഉത്തരമേഖല DIG K കാർത്തിക്കിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പഴുതടച്ച പ്ലാൻ തയ്യാറാക്കി. അപ്പാർട്ട്മെന്റ് വളഞ്ഞ് പുലർച്ചെ 2 മണിയോടെ പോലീസ് മിന്നലാക്രമണം നടത്തുകയായിരുന്നു. ഫ്ളാറ്റിൽ പോലീസ് എത്തിയെന്ന് മനസ്സിലായതോടെ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കെട്ടിടത്തിന് ചുറ്റും മുൻകൂട്ടി നിലയുറപ്പിച്ചിരുന്ന പോലീസ് സംഘം ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പരാതിയിലാണ് നിലവിലെ അറസ്റ്റ്. കോതമംഗലത്ത് ക്രിമിനൽ പ്രവർത്തനത്തിന് കസ്റ്റഡിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങി ഇൻസ്പെക്ടർമാർക്കെതിരെ ഇൻസ്റ്റഗ്രാമിലൂടെ ഭീഷണി മുഴക്കിയതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഒളിവിലിരുന്ന പോലീസിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വീണ്ടും വെല്ലുവിളിച്ചതാണ് പോലീസിന്റെ വാശി കയറ്റിയത്. വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ആയങ്കി പെരുമാറിയത്. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നായിരുന്നു ഇയാൾ ചോദിച്ചത്. പരിഭ്രമിക്കുന്നതിന് പകരം സ്റ്റേഷനിൽ സ്വാഭാവികമായി പത്രവായനയിൽ മുഴുകുകയാണ് അർജുൻ ചെയ്തത്. ഞാൻ കീഴടങ്ങാൻ വന്നതല്ല, പോലീസിനെ വെല്ലുവിളിച്ചിട്ടില്ല, ന്യായമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെല്ലാം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, വനിതാ TTയോട് മോശമായി പെരുമാറിയ സംഭവം തുടങ്ങി നിരവധി ഗുരുതര കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. അതേസമയം ഒളിവിലിരുന്ന് അർജുൻ ആയങ്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വെല്ലുവിളി പോസ്റ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇയാളുടെ സഹോദരൻ അജയ് ആയങ്കിയെ കോഴിക്കോട് നടക്കാവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു.
VPN-ഉം മറ്റും ഉപയോഗിച്ചായിരുന്നു ഫോൺ വിളിയും പോസ്റ്റ് ഇടലും. അതോടെയാണ് ഇയാൾ ജോർജിയയിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നതെന്ന തരത്തിൽ വാർത്തകൾ വന്നത്. കരുതൽ തടങ്കലിൽ എടുത്ത ഇയാളെ കുറ്റവാളിയെ സഹായിച്ച കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഒരുക്കിക്കൊടുത്തത് അജയ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആയങ്കിയെ ഒളിവ് ജീവിതത്തിൽ സഹായിച്ച അഭിഭാഷകയുൾപ്പെടെയുള്ള മറ്റ് കണ്ണികളിലേക്കും അന്വേഷണം നീളുകയാണ്. കുറ്റവാളിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച എല്ലാവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. അറസ്റ്റിലായ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം തുടർ ചോദ്യം ചെയ്യലുകൾക്കായി എറണാകുളത്തേക്ക് മാറ്റാനാണ് തീരുമാനം. വെറുമൊരു ഓട്ടോ ഡ്രൈവറുടെ ജാഗ്രതയാണ് കേസിൽ വഴിത്തിരിവായത്. സംഭവത്തിൽ CPM കഴിഞ്ഞ ദിവസം തന്നെ ആയങ്കിയെ തള്ളി രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ജയരാജനും അർജുൻ ആയങ്കിയെ പോലെയുള്ളവരെ ന്യായീകരിക്കേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിന് പിന്നാലെയും ഇയാളെ എതിർത്തുകൊണ്ട് തന്നെയാണ് CPM കണ്ണൂർ നേതൃത്വം പ്രതികരിച്ചത്. ആയങ്കിയുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയല്ലെന്നാണ് നേതൃത്വം പറഞ്ഞത്. ആയങ്കി വളർന്നു വന്ന പാർട്ടി CPM അല്ലെന്നും രക്ഷിക്കാൻ യാതൊരു നീക്കങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും MV ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റ് ചെയ്തിരിക്കുന്നതും പാർട്ടി ഗ്രാമത്തിൽ നിന്നല്ല എന്നതിനാൽ CPM ഒരു പരിധിവരെ ആരോപണങ്ങൾക്ക് പുറത്താണ്. ഗുണ്ടകളെക്കാൾ സ്മാർട്ടാണ് കേരള പോലീസ് എന്നും നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ധിക്കാരപരമായ നടപടികൾ കേരളത്തിൽ നടക്കില്ലെന്നും പറയുകയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ. വളരെ സേഫായി VPN അടക്കമുള്ള സാങ്കേതിക വിദ്യയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ അതിനേക്കാൾ സ്മാർട്ടായ പോലീസ് കേരളത്തിലുണ്ടെന്നാണ് ADGPയുടെ പ്രതികരണം. ഇത്തരക്കാരെ ലൈക്കുകളിലൂടെയും കമന്റുകളിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നവരെയും നോട്ടമിട്ടിട്ടുണ്ടെന്ന മുന്നറിയിപ്പും ADGP നൽകുന്നുണ്ട്. ഒരിക്കൽ കൂടി ഹീറോ ആയിരിക്കുകയാണ് DIG കാർത്തിക് IPS. കേവലം കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മാറി നിൽക്കാതെ DIG നേരിട്ട് ഫീൽഡിലിറങ്ങി കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞതാണ് ആയങ്കിക്ക് കെണിയായത്.